വീട്ടുകാർ തമ്മിലുള്ള ഒരു കച്ചവടം പോലെയാണ് ഈ അറേഞ്ച് മാരേജ് എന്ന് വെച്ചാൽ. ഇപ്പോഴത്തെ കാലത്ത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ബെറ്റർ ആയിട്ടുള്ളത്? ബെറ്റർ ആയിട്ട് നോക്കുവാണെങ്കിൽ ലവ് മാരേജ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ലവ് മാരേജ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ലവ് മാരേജ് ആകുമ്പോൾ നമുക്ക് കൂടുതലും അയാളെ പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ 2 years 4 years അങ്ങനത്തുള്ള ലവ് ആണ് ഇപ്പം കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഒരുപാട് ഫോൺ കോളിലൂടെയും അടുത്ത് സംസാരിക്കുന്നതിലൂടെയും അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു അറേഞ്ച് മാരേജ് എന്ന് വെച്ചാൽ വീട്ടുകാർ തമ്മിലുള്ള ഒരു കച്ചവടം പോലെയാണ് ഈ അറേഞ്ച് മാരേജ് എന്ന് വെച്ചാൽ. അവര് ജസ്റ്റ് ഈ സ്വത്ത് എത്രയൊക്കെ ഉണ്ട്, ഇപ്പം പെണ്ണിന്റെ വീട്ടിന് എത്ര സ്വത്തുണ്ട്, അല്ലെങ്കിൽ ആൺപിള്ളേർക്ക് എന്ത് ജോലി, കൂടുതലും ഇപ്പോ പെണ്ണിനിപ്പം ജസ്റ്റ് PSC പഠിക്കുന്നു, ജോലിയൊന്നുമില്ല, ജോലി നോക്കുന്നു, ഡിഗ്രി കഴിഞ്ഞ്. പക്ഷേ പെണ്ണിന്റെ വീട്ടുകാർ നോക്കുന്നതെന്ന് വെച്ചാൽ ചെറുക്കൻ ഗവൺമെന്റ് ജോലിയാണോ, ഗവൺമെന്റ് ജോലി നോക്കുന്നുണ്ടോ, അത് കിട്ടുമോ എന്ന രീതി മാത്രമാണ് അവർ നോക്കുന്നത്. അല്ലാതെ ചെറുക്കൻ ഇപ്പോൾ ഒരു കോൺട്രാക്ട് ബേസ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പം കോൺട്രാക്ട് ആണോ, കോൺട്രാക്ട് ആണെങ്കിൽ ചിലപ്പോൾ എത്ര നാളെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരെ പറഞ്ഞു വിട്ടാലോ എന്ന രീതിയാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ തമ്മിൽ കണ്ട് സംസാരിച്ച് ആ രീതി ഇവർ ചിന്തിക്കുന്നില്ല. ഇതൊരു കച്ചവടം പോലെയാണ് ഈ അറേഞ്ച് മാരേജ് എന്ന് വെച്ചാൽ പോകുന്നത്. അപ്പൊ ലവ് മാരേജ് ആണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ? ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ലവ് മാരേജ് ആണ്. കാരണം കൂടുതൽ നമുക്ക് അടുത്തറിയാൻ പറ്റും. ഈ അറേഞ്ച് മാരേജ് ആയാൽ ഇപ്പോൾ ഒരു 6 month 1 year കഴിഞ്ഞ് പുള്ളിക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, ഒന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ലവ് മാരേജ് ആകുമ്പോൾ നമുക്കത് കൂടുതൽ അറിയാൻ പറ്റും അയാളെ പറ്റി.